നമസ്കാരം. പി.കെ. മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. പരുവമരം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. മൊറേസിയ കുടുംബത്തിൽപ്പെട്ട സ്ട്രബ്ലസ് ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് പരുവമരം. പരിപരുത്തത് എന്നാണ് സ്പീഷ്യസ് പദത്തിൻ്റെ അർത്ഥം. ഒടിഞ്ഞത് എന്ന അർത്ഥമുള്ള സ്ട്രബ്ലസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ജനുസ് നാമം ഉണ്ടായിട്ടുള്ളത്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്ട്രബ്ലസ് ആസ്പർ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ പരുവമരം, കുറിഞ്ഞിമരം, തിണ്ടിപ്പരുവ, പരവമരം, ശാഹോടം, തണ്ടാപ്പരുവ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ടൂത്ത് ബ്രഷ് ട്രീ എന്നും സയാമിസ് റഫ് ബുഷ് എന്നും സാൻഡ് പേപ്പർ ട്രീ എന്നും ഒക്കെ വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ പത്രോലേഖതരു, ശാഹോട, അക്ഷധോർത്ത, കർക്കശച്ഛത, ഗവാക്ഷി, ഭൂതവൃക്ഷ, പീതഫല എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ സേവാഡ എന്നും സിഹോര എന്നും വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ മിഥല എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ ചക്കലി, സാഗോഡമു എന്ന് വിളിക്കാറുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ കട്ടിപ്പാല, പ്രായി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിനെ കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യ, ചൈന, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ ഈ സസ്യം കാണപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ നനവാർന്നതോ വരണ്ടതോ ആയ ഇലപൊഴിയും വനങ്ങളിലും സമതലങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചില പറമ്പുകളിൽ ഈ സസ്യത്തെ കാണാമായിരുന്നു. ഇപ്പോഴത് വളരെ കുറവായിട്ടുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. ആൽശലഭം, അരളിശലഭം എന്നീ ചിത്രശലഭങ്ങളുടെ ലാർവ ഭക്ഷണ സസ്യമാണ് ഈ വൃക്ഷം. രൂപവർണ്ണം നോക്കാം. ഒരു ഇടത്തരം നിത്യഹരിത വൃക്ഷമാണ് പരുവമരം. ഇലകൾ പരിപരുത്തതിനാലാണ് ഈ പേര് ഉണ്ടായത്. 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇതിൻ്റെ തൊലിക്ക് പച്ച കലർന്ന ചാരനിറമാണ്. തടിക്ക് വെള്ള നിറമാണ്. തൊലിക്ക് 1 തുടങ്ങി 2 സെൻറ്റിമീറ്റർ വരെ കനം ഉണ്ടായിരിക്കും. ചെറുശാഖകൾ ഒടിഞ്ഞ് വളഞ്ഞ് പുളഞ്ഞാണ് സാധാരണയായി കാണപ്പെടുക. 3 തുടങ്ങി 10 സെൻറ്റിമീറ്റർ വരെ നീളവും 1.2 തുടങ്ങി 5 സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇലകളുടെ അഗ്രഭാഗം കുറുത്തതാണ്. ഇലകളുടെ പ്രതലം പരിപരുത്തതാണ്. ഇലഞ്ഞെട്ടിന് 1/2 സെൻറ്റിമീറ്ററോളം നീളമുണ്ടാകും. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് പൂക്കുന്നത്. ആൺപൂക്കളും പെൺപൂക്കളും ഒരേ മരത്തിൽ തന്നെ വെവ്വേറെയായി കാണപ്പെടുന്നു. ആൺപൂക്കൾ ഇലകളുടെ ഇടുക്കിൽ കുലകളായും പെൺപൂക്കൾ ഒറ്റയായും ഉണ്ടാകുന്നു. പൂക്കൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണ്. 6 തുടങ്ങി 8 മില്ലിമീറ്റർ വരെ വ്യാസമുള്ള കായകൾ പഴുക്കുമ്പോൾ മഞ്ഞയാകും. ഒരു ഫലത്തിൽ ഒരു വിത്ത് മാത്രമേ കാണുകയുള്ളൂ. പൊതു ഉപയോഗങ്ങളെ നോക്കാം. കന്നുകാലികൾ പ്രസവിച്ചാലും മാച്ച് അഥവാ മറുപിള്ള വീഴുവാനായിട്ട് ഇതിൻ്റെ ഇലകൾ തിന്നാൻ കൊടുക്കുമായിരുന്നു. ഫലങ്ങൾ മനുഷ്യന് ഭക്ഷ്യയോഗ്യമാണ്. ആനക്കൊമ്പ്, തടി ഉപകരണങ്ങൾ എന്നിവ മിനുസപ്പെടുത്താൻ ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട്. തടി കാളവണ്ടിയുടെ ചക്രം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരുന്നു. 700 വർഷത്തോളമായി തായ്ലാൻഡിൽ പേപ്പർ ഉണ്ടാക്കുവാനായി ഈ മരം ഉപയോഗിച്ചു വരുന്നു. പുരാതന തായ് ലിഖിതങ്ങളെല്ലാം തന്നെ പരുവമരത്തിൻ്റെ തടിയിൽ എഴുതപ്പെട്ടവയാണ്. പല നാട്ടുകളിലും പല്ല് വൃത്തിയാക്കാൻ വേണ്ടി ഇതിൻ്റെ കമ്പ് ഉപയോഗിച്ചിരുന്നു. ഔഷധ മൂല്യത്തെ നോക്കാം. പരുവമരത്തിൻ്റെ വേര്, തൊലി, ഇല, ചെറുശിഖരം എന്നിവയൊക്കെ ഔഷധയോഗ്യങ്ങളാണ്. വേര്, തൊലി, ഇല എന്നിവ വ്രണം, അതിസാരം, പൊള്ളൽ എന്നിവയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ഇലയിൽ നിന്നും വേർതിരിക്കുന്ന സംയുക്തത്തിന് ഔഷധ ഗുണമുണ്ട്. വിയറ്റ്നാമിൽ പലവിധ രോഗങ്ങൾക്ക് ഈ സംയുക്തം ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ക്യാൻസറിനെതിരെയും പരുവമരം ഔഷധമാണെന്ന് പുതിയ ഗവേഷണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ചെറിയ തണ്ടിൻ്റെ അഗ്രഭാഗം ചതച്ച് ബ്രഷ് പോലെയാക്കി പല്ല് തേയ്ക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇപ്രകാരം പല്ല് തേച്ചാൽ മോണപഴുപ്പിന് ആശ്വാസമുണ്ടാകും. 2. വേര്, തൊലി, ഇല എന്നിവ തിളപ്പിച്ച വെള്ളം കൊണ്ട് മേല് കഴുകിയാൽ ശീതജ്വരത്തിന് ആശ്വാസം ലഭിക്കും. 3. വേര് പൊടിച്ച് കഞ്ഞിവെള്ളം ചേർത്ത് പുറമേ പുരട്ടുന്നത് പാണ്ഡുരോഗത്തിന് നല്ലതാണ്. 4. വേര് പൊടിച്ച് വ്രണങ്ങളിൽ വിതറിയാൽ വ്രണങ്ങൾക്ക് ശമനമുണ്ടാകും. 5. ഇലകൾ വേവിച്ച് വേദനയുള്ള ഭാഗത്ത് പൊതിഞ്ഞാൽ ഏതുതരം വേദനയും കുറയുന്നതാണ്. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. 1678 പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ലാറ്റിൻ ഗ്രന്ഥത്തിൻ്റെ 1-ാം വാല്യത്തിൽ തണ്ടാപ്പരിവ എന്ന പേരിൽ ഈ മരത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.